ഗൈസ് നമ്മളിപ്പം ഷിപ്പിൻ്റെ ഏറ്റവും അടിയിലായിരിക്കുന്നത്. ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഏകദേശം നീർന്ന് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ. ഏറ്റവും പുറകുന്നുള്ള വ്യൂ നാം കാണുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്കിൽ ടു മറൈന. ഇറ്റ്സ് യുവർ ജെസിൻ. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഡോക്കിങ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പണിയും ഷിപ്പിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഷിപ്പിൻ്റെ ഓൾമോസ്റ്റ് നല്ല എല്ലാ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്പറിങ്ങും അതുപോലെ തന്നെ മാർക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഷിപ്പ് വെള്ളത്തിലോട്ട് ഇറക്കാൻ റെഡിയായിരിക്കുകയാണ്. എല്ലാ പെയിൻറ്റും അടിച്ച് രൂപമാറ്റം കൊണ്ടുവന്നു. ബ്ലാക്കും ബ്രൗണുമാണ് കപ്പലിൻ്റെ ഇപ്പോഴത്തെ കളറ്. ഓക്കെ, മുമ്പും ബ്ലാക്കും ബ്രൗണും തന്നെയായിരുന്നു, പക്ഷേ ഒരു ഫെയ്ഡായിട്ടുള്ള കളറും ഫുള്ള് ചിപ്പിങ്ങൊക്കെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ചിപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പ്രൈമറൊക്കെ അടിച്ചു വെച്ചിരുന്ന ഒരു രൂപത്തിലാണ്, ആ ഒരു രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഷിപ്പ് കാണിച്ചത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്റ് ലൈനും അതായത് ഷിപ്പിൻ്റെ മിഡ്ഷിപ്പ് ഡ്രാഫ്റ്റ് ലൈൻ എല്ലാം മാർക്ക് ചെയ്തു. അപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ മുൻപിൽ ഏറ്റവും മുൻപിൽ പോവുകയാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂവും കൂടെ കാണിച്ചിട്ട് നമുക്ക് താഴെ പോകാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഷിപ്പിൻ്റെ ഡോക്കിങ്ങിൻ്റെ ക്യാഷ് ഞാൻ ഇന്ന് ചോദിക്കാനിടയുണ്ടായി ക്യാപ്റ്റനോട്, ഏകദേശം എത്ര രൂപയൊക്കെ ആവുമെന്നുള്ളത്. അപ്പം ഇന്ന് വരെയുള്ള ചിലവനുസരിച്ചിട്ട് കപ്പലിൻ്റെ ഈ പെയിൻറ്റിങ്ങിൻ്റെയും പണിയും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം ലൈക്ക് അകത്തും കപ്പലിൻ്റെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. ബല്ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെക്കിൽ ചിപ്പിങ് നടക്കുന്നുണ്ട്. എഞ്ചിൻ റൂമിൽ വേറെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. സോ എല്ലാം കൂടെ ഇപ്പം ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഏകദേശം $1.3 million ചിലവായിട്ടുണ്ട് കമ്പനിക്ക്. $1.3 million, മോർ ദാൻ 10 crores. ഓക്കെ, അപ്പം അത്രയും മാത്രം ചിലവ് ഇട്ടിട്ടാണ് നമ്മുടെ കപ്പലിപ്പോൾ ഫുള്ള് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഫൈനൽ കോട്ടായി നമ്മുടെ ആങ്കർ ചെയിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആങ്കർ ചെയിനിൻ്റെ കളറിങ് നടക്കുവാണ് ഇപ്പം. വൈറ്റും റെഡും ഞാൻ അന്ന് കാണിച്ചെന്ന പോലെ വൈറ്റും റെഡും ബ്ലാക്കും ആയിരിക്കും കോമ്പിനേഷൻ. നമ്മൾ ആങ്കർ ചെയിന് മുൻപ് ഞാൻ കാണിച്ചത് ഇവിടെ കണക്റ്റഡ് അല്ലായിരുന്നു, താഴെ ലേ ഡൗൺ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതാ ഷിപ്പിൻ്റെ നമ്മുടെ കണ്ണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുൻവശത്ത് നോക്കുമ്പം ഇതാണ് നമ്മുടെ ഷിപ്പ് ഇപ്പം. ഓക്കെ, എനിക്ക് ആ ഭാഗത്ത് പോയി നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഡേഞ്ചറാണ്, അങ്ങോട്ട് വിടത്തുമില്ല. സോ നമ്മുടെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞു. മുമ്പ് നമ്മൾ കാണിച്ച കപ്പലിൽ ഇവിടെ നമ്മുടെ പേരില്ലായിരുന്നു, എല്ലാം പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ബോത്രസ്റ്റർ പണി കഴിഞ്ഞു. അവിടെ അവർ ഗ്രില്ലിട്ടു. നമ്മുടെ ആങ്കർ താഴെ തന്നെ ഉണ്ട്, അതിനൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട് ഇനിയിപ്പം. കാരണം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 3 to 4 hours കൊണ്ട് ഇവർ കപ്പലിനെ വെള്ളത്തിലോട്ട് ഇറക്കും. നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി തിരിച്ച് ഇവിടെ ആയിരിക്കും തിരിച്ച് കപ്പലിനെ ബെർത്ത് ചെയ്യുന്നത്. ഏകദേശം 1 മാസം കൂടെ നമ്മുടെ കപ്പൽ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. ഏകദേശം 1 മാസം കൂടെ കപ്പൽ ഇവിടെ കാണും. കാരണം നമ്മുടെ ഡെക്കിൽ ഏകദേശം ഒരു 60% റസ്റ്റഡാണ്, ഫുള്ള് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ആ തുരുമ്പൊക്കെ കളയാനായിട്ട് ഷോർ ഗൈസ് തന്നെയാണ് വന്നിട്ട് അവർ പണി ചെയ്യുന്നത്. സോ അവർക്കാണ് തുരുമ്പ് കളയാനുള്ള പണി കൊടുത്തിരിക്കുന്നത്. അപ്പം ഫുൾ പണി ഏകദേശം 1 മാസത്തിൻ്റെ അകത്ത് തീർക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫ്രണ്ട് ഭാഗം കണ്ടല്ലോ നിങ്ങൾ, നമ്മുടെ അക്കോമഡേഷൻ സൈഡും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. അക്കോമഡേഷനൊന്നും പെയിൻറ്റിങ്ങൊന്നും നടന്നിട്ടില്ല, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്പറിങ് കാര്യങ്ങളെല്ലാം, ഫ്രെയിം നമ്പറിങ് കാര്യങ്ങളും കഴിഞ്ഞു, പേരിട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഫ്റ്റ് ലൈൻ, ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ഏത് ഭാഗമാണ് എത്ര മീറ്ററാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതെന്ന് കാണിക്കുന്ന ഡ്രാഫ്റ്റ് ലൈൻ. ഈ വെള്ള കളറ് നമ്പേഴ്സ് ചെയ്തിരിക്കുന്നത് ഏകദേശം 2, 3, 4, 5, 6, 12 മീറ്ററാണ് നമ്മുടെ മാക്സിമം ഡ്രാഫ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത് അവിടം വരെ. അപ്പോൾ ഏകദേശം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് ഇത്രയും ഭാഗമായിരിക്കും, ഏകദേശം ഫുള്ള് ലോഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഏകദേശം തുരുമ്പുള്ളതും അതുപോലെ തന്നെ കപ്പലിൻ്റെ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഉള്ളത് കപ്പലിൻ്റെ ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, ഈ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഉള്ളത്. നമ്മൾ ചിന്തിച്ച് നമുക്ക് അറിയാൻ പറ്റും, ഉപ്പ് വെള്ളം തട്ടിക്കാൻ നമുക്ക് എന്തായാലും അറിയാം, ഉപ്പ് രസം തട്ടിക്കഴിഞ്ഞാൽ അവിടെ തുരുമ്പെടുക്കുന്നുള്ളൂ. പക്ഷേ കപ്പൽ ഒരിക്കലും വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോൾ തുരുമ്പെടുക്കുന്നത് നമ്മുടെ മേൽഭാഗങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ തുരുമ്പെടുക്കുന്നത്. അതിനുള്ള എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ താഴെ പോയിട്ട് അത് പറഞ്ഞുതരാം, അത് കാണിച്ചു തരാം റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത്.
ചിന്തിച്ച് നോക്കും, നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. ലൈക്ക് ആർക്കെങ്കിലും അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് കപ്പൽ വെള്ളത്തിൽ നിൽക്കുമ്പം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഏരിയ, അതായത് അത്രയും ഭാഗം കൂടുതൽ തുരുമ്പെടുക്കാതെ വെള്ളത്തിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം എന്തുകൊണ്ട് തുരുമ്പെടുക്കുന്നുള്ളൂ. ഓക്കെ, സോ നമ്മുടെ തുരുമ്പ് പിടിച്ച കാര്യങ്ങളെല്ലാം തുരുമ്പൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്, സുന്ദരിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കപ്പലിനെ. നമ്മൾ ഏകദേശം താഴോട്ട് പോകണം കേട്ടോ. ബാക്കി താഴെ എത്തിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ താഴെ എത്തിയിട്ട് കാണിച്ചു. ഫ്രണ്ട്സ്, നമ്മളിപ്പം കപ്പലിൻ്റെ ഏറ്റവും മുൻപിൽ നമ്മുടെ ബൾബോസ് ബോർഡ് തൊട്ടടുത്താണുള്ളത്. ഇവർ നമ്മുടെ ആങ്കറിൻ്റെ എന്താ പറയുക ലെവല് റെഡിയാക്കുകയാണ്. അതായത് നമുക്ക് പിക്കപ്പ് ചെയ്യാനുണ്ട്. ഇത് മൊത്തം ലോക്കറിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ കാര്യങ്ങളൊക്കെ. സോ കണ്ടോ, ഫ്രണ്ട് നമുക്ക് കാണുന്ന വ്യൂ കണ്ടോ. എനിക്ക് ഇവിടുന്ന് ഇതേ മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലം, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സോ ഫുൾ പെയിൻ്റ് അടിച്ച് നമ്മളെ കപ്പലിൽ ഒരു സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പൽ വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഇവിടെയാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. ഈ വെള്ളം ഇങ്ങോട്ട്, അതായത് ഒരു പ്ലാറ്റ്ഫോമാണ്, ഇതിലോട്ട് വെള്ളം നിറച്ച് കപ്പലിനെ ഫ്ലോട്ടിങ് ചെയ്യിക്കും. ഈ കാണുന്ന ബിറ്റ്സ്, അതായത് നമ്മളെ പില്ലർ പോലുള്ള സാധനങ്ങളിൽ നിന്ന് ഫ്ലോട്ടിങ് ചെയ്യിപ്പിക്കും. ഇതിനാദ്യം ഫ്ലോട്ടിങ് ചെയ്യിച്ച് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് കെട്ടുന്നതാണ് പരിപാടി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം, ബോത്ത് റെസ്റ്റർ. ഇതാണ് ബോത്ത് റെസ്റ്റർ. ഇതിൻ്റെ അകത്തൊരു ഫാൻ, പങ്കായം ചെറിയൊരു ഫാൻ ടൈപ്പ് ഉണ്ട്, പ്രൊപ്പലർ തന്നെയാണ്. അതാണ് നമ്മുടെ കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗം. പോർട്ട് സൈഡും സ്റ്റാർബോർഡ് സൈഡും വളയ്ക്കാനായിട്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് എമർജൻസിന് വളയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബോത്ത് റെസ്റ്ററാണ്. ഓക്കെ, മോസ്റ്റ്ലി പൈലറ്റൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് ചാനലിലൊക്കെ പോകുമ്പോൾ. പിന്നെ നമ്മൾ ചിലപ്പോൾ ആങ്കർ ഇടുന്ന സമയത്ത് ക്യാപ്റ്റൻ ഉപയോഗിക്കാറുണ്ട്. സോ അടിഭാഗത്തൊക്കെ നല്ല എല്ലാം ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സാൻഡ്, ഞാൻ അന്ന് വന്നപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല, എല്ലാം ക്ലിയർ ചെയ്തു, അവർ വൃത്തിയാക്കി. കാരണം അവർക്ക് സാൻഡ് റീയൂസ് ചെയ്യാനുള്ളതാണ്, എല്ലാ സാൻഡും അവർ റീയൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും ബാക്കിൽ പോകാം, പ്രൊപ്പലറും കൂടെ കണ്ടിട്ട്. കാരണം ഓൾമോസ്റ്റ് ടൈമായി, എനിക്ക് ഡ്യൂട്ടി ടൈമും കൂടെ ആയി. അപ്പോൾ നമുക്ക് ബാക്കിൽ പോയി പ്രൊപ്പലർ ഏരിയ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് കപ്പലിലോട്ട് പോകാം. കാരണം ജോലി തുടങ്ങാനുള്ള സമയമായി. ഓക്കെ, ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ഞാനിപ്പോൾ വന്നൊരു വീഡിയോ ചെയ്തത്. ഗൈസ്, നമ്മളിപ്പം ഷിപ്പിൻ്റെ ഏറ്റവും അടിയിലായിരിക്കുന്നത്, ഫോർവേഡ് പാർട്ടിൽ ഏറ്റവും അടിയിൽ. ഇതാണ് ഓരോ തൂണും. അതായത് ഞാൻ രാത്രി കാണിച്ചെന്നായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഡോക്കിലുണ്ടായ സമയത്ത് പണി നടക്കുമ്പോൾ ഞാൻ ഡോക്കിൻ്റെ അകത്ത് കാണിച്ചെന്നായിരുന്നു. നമ്മൾ പില്ലറിൻ്റെ മേളിലാണ്, ഇതുപോലെ ഓരോ പില്ലർ, ചെറിയ ചെറിയ പില്ലറിൻ്റെ മേളിലാണ് നമ്മുടെ കപ്പൽ നിർത്തിയിരിക്കുന്നത്. ഈ കാണുന്ന ഇങ്ങനത്തെ ഒരുപാട് പില്ലറിൻ്റെ മേളിലാണ് നമ്മളെ കപ്പൽ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഏറ്റവും അടിയിലാണുള്ളത്. കുറച്ചൊന്ന് ഇരുട്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകാം. ഇതിൻ്റെ അടിയിൽ നീർന്ന് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ, എൻ്റെ ഷോൾഡറിങ് ഇടിച്ച് നിൽക്കുക. സോ ഇങ്ങനെ പമ്മിയെ നടക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടിങ്ങനെ ബെൻഡ് ചെയ്ത് നടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്തോറും ഇരുട്ടായിരിക്കും, കുറച്ച് നല്ല ഇരുട്ടാണ്. നിങ്ങൾക്ക് അങ്ങ് അറ്റം കാണാൻ പറ്റും, വെളിച്ചം ശ്രദ്ധിച്ച് അറ്റത്ത് വെളിച്ചം കാണാൻ പറ്റും. സോ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം, ഓടിപ്പോവാം. ഏകദേശം 190 നമ്മുടെ 190 മീറ്ററാണ് ഏറ്റവും ലാസ്റ്റ് എൻഡ്. സോ അവിടം വരെ നമുക്കൊന്ന് പോവാം. അയ്യോ, അയ്യോ, അപ്പോ ഗൈസ്, എൻ്റെ കഴുത്ത് പോയി, ബെൻഡ് ചെയ്ത് ഓടിയിട്ട് എൻ്റെ കഴുത്ത് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ്, നമ്മൾ കപ്പലിൻ്റെ പിറകുവശത്ത് ഇപ്പോൾ എത്തി. കപ്പലിൻ്റെ പിറകുവശത്ത് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്, വെള്ളം നിറക്കാനുള്ള. ഈ കപ്പലിന് ഇനി ഫ്ലോട്ടിങ് ചെയ്യിക്കാനുള്ളതല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയായി. നമ്മുടെ ബാക്കിലെ ഡ്രാഫ്റ്റ് ലൈനും പ്രൊപ്പലർ തിളങ്ങുന്നുണ്ടോ, അന്നുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പ്രൊപ്പലർ മൊത്തം കറ പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പം പുതുപുത്തൻ പ്രൊപ്പലറായി. അങ്ങനെ എല്ലാം ക്ലിയറായി. സോ ഏറ്റവും പുറകുന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ ഏറ്റവും പുറകുന്നുള്ള വ്യൂ നാം കാണുവാണ്. സോ നമ്മുടെ കപ്പലിന് ഇനി 1.5 മണിക്കൂറിനകത്ത് വെള്ളത്തിൽ നിറയ്ക്കുമ്പോൾ. സോ ഏറ്റവും പുറകിലുള്ള വ്യൂവിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ടാങ്കിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റും, എന്തോ വെള്ളം ഡിസ്ചാർജ് ചെയ്യാണ്. ഇപ്പോൾ ഫ്ലോട്ടിങ് വെള്ളം നിറച്ചു തുടങ്ങും. ഇവരുടെ സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാണ്.
ആരുമില്ല, വർക്കേഴ്സ് ആരുമില്ല കേട്ടോ. ഇപ്പോൾ ആരും വർക്കേഴ്സായിട്ട് ഇവിടെ ആരുമില്ല, എല്ലാവരും ക്ലിയർ ആയി. കാരണം വെള്ളം നിറക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പോൾ ഒരു വെള്ളം നിറച്ചിട്ട് നമ്മുടെ കപ്പലിനെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കാൻ പോകണം. ആ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ ഉള്ളവർ എടുത്തും തരത്തില്ല. ലൈക്ക് നോർമലി വീഡിയോ ചെയ്യാൻ പാടില്ലെന്നാണ് ഡോക്കിൻ്റെ അകത്ത്, ഒരിക്കലും വീഡിയോ ചെയ്യാൻ പാടില്ല, പബ്ലിഷ് ചെയ്യാൻ പാടില്ലെന്നുള്ള റെഗുലേഷൻസ് ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് വീഡിയോ ഒന്നും എടുക്കുന്നത്. ഓക്കെ, നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ കപ്പലൊക്കെ. സോ ഗൈസ്, ഈ കപ്പലിൻ്റെ പെയിൻറ്റ് പണി ഉൾപ്പെടെ ചിപ്പിങ്, പെയിൻറ്റിങ്, നേരത്തെ പറഞ്ഞ പോലെ മിക്ക എല്ലാ പണിയും ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 60 to 70% വർക്ക് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ $1.3 million ചിലവ് കമ്പനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്തതിനാണ്. സർവീസിന് കയറ്റിയാണ് വണ്ടി, കപ്പൽ സർവീസിന് കയറ്റിയപ്പം തന്നെ $1.3 million ഇപ്പം തന്നെ ചിലവായി. ഇനി അടുത്ത എത്ര ചിലവാകുമെന്ന് എനിക്കറിയില്ല. ഡെക്കിൽ ചിപ്പിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി. ഓക്കെ, എന്തായാലും ഈ അൺഡോക്കിംഗ് വീഡിയോ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഷിപ്പ് പുതിയതാക്കിയിട്ടുള്ള ഒരു രൂപമാറ്റം വന്ന ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസ്, അവരിലേക്ക് വീഡിയോ എത്തിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ സൈനിങ് ഔട്ട് ജസൻ ഫ്രം സ്കിൽ മറൈൻ. ബൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ കപ്പലിൻ്റെ താഴെയും കപ്പലും മേളിലും ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പലിലോട്ട് പോകാനായിട്ട് ഒരു ലേഡർ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഇവർ ആ ലേഡർ എടുത്ത് മാറ്റി. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കപ്പലിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. കപ്പലിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് അൺഡോക്ക് ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടുവന്ന് കെട്ടും. സോ ഞാൻ എപ്പോഴും ഓൺ ബോർഡ് ഉണ്ടാവണം. പക്ഷേ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പുറത്തായി, കപ്പൽ മാത്രം പുറത്തായി. ജെറ്റിന് സെപ്പറേറ്റ് ആക്കാൻ പോവാണ്. നമ്മുടെ ലാഡർ ഇതായിരുന്നു, ഈ ലാഡറായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഈ ലാഡർ ഇപ്പോൾ അവർ ക്രെയിനിൽ തൂക്കി ഇവിടെ വെച്ചു. എന്നെ ഇപ്പോൾ അവർ ബാസ്ക്കറ്റ് വഴി മേളിലെത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കണം. നോക്കട്ടെ എങ്ങനെ ബാസ്ക്കറ്റ് വഴി എത്തിക്കുമെന്ന് നോക്കട്ടെ. സോ ഗൈസ്, നമ്മളിപ്പോൾ ബാസ്ക്കറ്റിലാണ് ഉള്ളത്. നമ്മൾ ബാസ്ക്കറ്റിൽ ഒരു പൊക്കി എടുത്തുകൊണ്ട് പോവാണ്. ക്രെയിനിൽ നമ്മളെ പൊക്കി എടുത്തു ബാസ്ക്കറ്റിൽ. സോ അങ്ങനെ ഒരു അബദ്ധം കൂടെ എനിക്ക് പറ്റി. ബാസ്ക്കറ്റിൽ വരേണ്ട അവസ്ഥയായി കപ്പലിലേക്ക്. ഓക്കെ, ഫുൾ ബാസ്ക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഐസലക്കര ഷോർലി. അപ്പോൾ നമ്മൾ ഫൈനലി ഓൺ ബോർഡിലെത്തി. സോ ഫൈനലി ഗൈസ്, ഓൺ ബോർഡ് ഷിപ്പിൽ നമ്മളിപ്പോൾ എത്തി. ഓക്കെ,